ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് LMI എന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ്. നിങ്ങളിൽ പലർക്കും LMI എന്ന പ്രോഗ്രാമിനെ കുറിച്ച് വ്യക്തമായി ഒരു ധാരണയുണ്ടാവാം. എങ്കിലും ഇപ്പോഴും LMI എന്ന പ്രോഗ്രാമിനെ കുറിച്ച് അറിവില്ലാത്ത ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരുടെ കൂടി അറിവിലേക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കാനഡയിലായിരുന്ന സമയത്ത് LMI എന്ന പ്രോഗ്രാം വഴി ഒരുപാട് ആളുകൾ അവിടെ വരികയും അവർ നേരിടുന്ന പ്രതിസന്ധികൾ നേരിൽ കാണുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായി എന്താണ് LMI എന്ന് നമുക്ക് നോക്കാം. LMI എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ രാജ്യത്ത് ഒരു സ്പെസിഫൈഡ് ജോബ് ചെയ്യാൻ ആളുകളെ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ അവിടുത്തെ കമ്പനികൾക്ക് മറ്റൊരു രാജ്യത്ത് നിന്നും ഫോറിൻ വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനുള്ള അധികാരത്തിനാണ് LMI എന്ന് പറയുന്നത്. നമ്മൾ പത്രങ്ങളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും LMIനെ കുറിച്ച് ഒരുപാട് അഡ്വർടൈസ്മെന്റുകൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെന്റുകൾ LMIA ഫോർ ട്രക്ക് ഡ്രൈവേഴ്സ്, LMIA ഫാമിംഗ്, ബുച്ചർ, ആപ്പിൾ പിക്കിംഗ്, പാക്കിംഗ് അങ്ങനെയുള്ള ജോബുകൾക്കാണ് നമ്മൾ LMIയുടെ പരസ്യം കൂടുതലായിട്ടും കാണുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള അൺസ്കിൽഡ് ജോബിന് LMIA പ്രോഗ്രാമിന്റെ ആവശ്യമുണ്ടോ? അതാണ് നമ്മുടെ ചോദ്യം. സത്യാവസ്ഥ, ഇങ്ങനെയുള്ള അൺസ്കിൽഡ് ജോബിന് അവിടെ LMIA പ്രോഗ്രാമിന്റെ ആവശ്യമില്ല. കാരണം ഒരുപാട് റെഫ്യൂജീസും അതുപോലെ പാർട്ട് ടൈം നോക്കുന്ന ഒരുപാട് സ്റ്റുഡൻസും അവിടെ ഓൾറെഡി ജോലി ഇല്ലാണ്ട് ബുദ്ധിമുട്ടുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും കമ്പനികൾ ഇങ്ങനെയുള്ള അൺസ്കിൽഡ് ജോബിന് വേണ്ടി റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ജോബിന് വേണ്ടി അവിടെയുള്ള റെസിഡന്റിനെ ഹയർ ചെയ്യുന്നതിനേക്കാൾ ബെനിഫിറ്റ് ഇങ്ങനെയുള്ള LMIA പ്രോഗ്രാം വഴി ഒരു ഫോറിൻ വർക്കേഴ്സിനെ എത്തിക്കുമ്പോൾ ഇതുപോലുള്ള കമ്പനികൾക്ക് ലഭിക്കുന്നുണ്ട്. LMIA പ്രോഗ്രാം വഴി ഏജൻസികൾ ഒരു ഫോറിൻ വർക്കേഴ്സിനെ അതത് രാജ്യങ്ങളിൽ എത്തിക്കുമ്പോൾ ഒരു ഭീമമായ തുക അവരിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. ഈ ഏജൻസികൾ ഈടാക്കുന്നതിന്റെ ഒരു പോർഷൻ ഓഫ് ഫണ്ട് ഈ കമ്പനികൾക്കാണ് പോകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന അധിക വരുമാനം ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ബെനിഫിറ്റ് ആണ്. പക്ഷെ ഇതൊന്നുമല്ല ഈ LMIA പ്രോഗ്രാമിന്റെ ഉള്ളിലെ ശരിയായ ചതിക്കുഴി. ഇതിനുള്ളിലെ ശരിയായ ചതിക്കുഴി എന്തെന്ന് വെച്ചാൽ, ഒരു വ്യക്തി LMIA പ്രോഗ്രാം വഴി അവിടെ എത്തുകയാണെങ്കിൽ അവൻ എന്നേക്കുമായി ആ ഒരു കമ്പനിയുടെ അടിമയായി മാറുകയാണ്. കാരണം LMIA പ്രോഗ്രാം വഴി ഒരു വ്യക്തി ഇതുപോലുള്ള രാജ്യങ്ങളിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന വിസ എന്ന് പറയുന്നത് ഓപ്പൺ വർക്ക് പെർമിറ്റ് അല്ല, ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് ആയിരിക്കും. അതായത് ഓപ്പൺ വർക്ക് പെർമിറ്റിൽ ഒരു രാജ്യത്തെത്തുന്ന വ്യക്തിക്ക് അവന് ചൂസ് ചെയ്യാം ഏത് ജോലി ഏത് കമ്പനിയിൽ ചെയ്യണമെന്നുള്ളത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ഇവൻ ആ ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ മാത്രം ജോലി ചെയ്യാനുള്ള അധികാരമേ അവനുണ്ടാവുകയുള്ളൂ. ആ ഒരു കമ്പനിയിൽ നിന്നും മാറി മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള ലീഗൽ റൈറ്റ് ഇവൻ ലഭിക്കുകയില്ല. ഒരു കമ്പനിയിൽ നിന്ന് മാറി മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള ലീഗൽ റൈറ്റ് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അടിമത്തമാണല്ലോ. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി പറയുന്നില്ല. മുൻകാലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ LMIA പ്രോഗ്രാം വഴി എത്തിച്ചേരുന്നവർക്ക് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന കാലാവധി അവിടെ താമസിക്കുകയും അതേപോലെ അവർ നിശ്ചയിച്ചിരിക്കുന്ന മണിക്കൂറുകൾ പണിയെടുത്തു കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പേപ്പർ വർക്കിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതായത് PR വർക്കിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ PR ലഭിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവന്റെ ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് ഓപ്പൺ വർക്ക് പെർമിറ്റായി മാറും. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയുള്ള സാധ്യത കൂടി അടഞ്ഞിരിക്കുകയാണ്. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന കാലാവധി അവിടെ താമസിക്കുകയും അവിടുത്തെ അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാലും PR വർക്കിന് എംപ്ലോയിക്ക് എംപ്ലോയറിന്റെ പേപ്പർ ലഭിക്കേണ്ടിയിരിക്കുന്നു. ഒരു വ്യക്തി ഒരു ഭീമമായ തുക LMIA പ്രോഗ്രാമിന് വേണ്ടി മുടക്കി അവിടെ ചെല്ലുകയും അവൻ 3-4 വർഷം അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയും ചെയ്തതിനു ശേഷം അവൻ ഇത്ര സമയം അവിടെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള പേപ്പർ ലഭിക്കുന്നതിന് വേണ്ടി വീണ്ടും ഇതേ കമ്പനികൾ ഇതേ എംപ്ലോയിന്റെ അടുത്ത് നിന്ന് വീണ്ടും ഭീമമായ തുക ഈടാക്കുകയും ചെയ്യുന്നതാണ് ഇതിലെ വിരോധാഭാസം എന്ന് പറയുന്നത്. ആ വ്യക്തി ഈ ഒരു 4-5 വർഷം അവൻ തൊഴിൽ ചെയ്തതും അതിന് മുൻകാലത്ത് അവൻ തൊഴിൽ ചെയ്തതുമായ അവന്റെ സമ്പാദ്യമെല്ലാം ഒരു തീരുന്ന നിശ്ചലമാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഞാൻ അവിടെ കണ്ടതിൽ LMIA പ്രോഗ്രാം വഴി അവിടെ എത്തിച്ചേർന്നതിൽ കൂടുതൽ ആൾക്കാരും മുൻകാലങ്ങളിൽ ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്തവരാണ്. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഈ LMIA പ്രോഗ്രാം ചെയ്യുന്ന ഏജൻസി കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത് ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്യുന്ന ആളുകളെയാണ്. ഗൾഫ് കൺട്രീസിലുള്ളവരുടെ കയ്യിൽ എപ്പോഴും ഒരു റിസർവ്ഡ് ഫണ്ട് അവർ മാറ്റിവെച്ചിട്ടുണ്ടാവാം. അതേപോലെ ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഒരു ഡ്രൈ ഫീലിംഗ്, കാരണം അവിടെ പച്ചപ്പ് കുറവായതുകൊണ്ട് തന്നെ എപ്പോഴും അവർക്കൊരു ഡ്രൈ ഫീലിംഗ് ആണ് അനുഭവപ്പെടുക. അപ്പോഴാണ് ഏജൻസികൾ യൂറോപ്പിന്റെ അഥവാ ഇംഗ്ലീഷ് രാജ്യങ്ങളുടെ ഒരു പച്ചപ്പും ഹരിതാപവും കാണിച്ച് ഗൾഫിലുള്ളവരെ അങ്ങോട്ട് ക്ഷണിക്കുന്നത്.
ഓട്ടോമാറ്റിക് ആയിട്ട് ആർക്കാണെങ്കിലും ആ ഒരു പച്ചപ്പും ആ ഒരു ഭൂപ്രകൃതിയുടെ ഭംഗിയും കാണുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ഒരു രാജ്യത്തേക്ക് കുടിയേറാൻ ആഗ്രഹമുണ്ടാവും. അതേപോലെ ഏജൻസികൾ ഗൾഫിലുള്ള ആളുകൾക്ക് നൽകുന്ന ഒരു പ്രതിഫല വാഗ്ദാനമാണ് കൂടുതലായും ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്യുന്നവരെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ഗൾഫിൽ ഒരു സാധാരണക്കാരൻ ഒരു അൺസ്കിൽഡ് ജോബ് ചെയ്യുന്ന ആള് അവിടെ ഒരു 60,000-70,000 രൂപ സാലറി വാങ്ങുമ്പോൾ ഏജൻസികൾ കൂടുതലായും ഇവരെ ഫോക്കസ് ചെയ്ത് പറയുന്നത് ഇങ്ങനെയുള്ള രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അൺസ്കിൽഡ് ജോബിന് ലഭിക്കും എന്നുള്ളതാണ്. സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് കൺട്രികളിൽ 1 ലക്ഷം 1.5 ലക്ഷം 2 ലക്ഷം രൂപ ലഭിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ 10,000 15,000 20,000 രൂപ ലഭിക്കുന്നതിന് ഈക്വൽ ആണ്. ഡോളറിലെയും പൗണ്ടിലെയും ഒക്കെയുള്ള വിനിമയ നിരക്കിന്റെ വ്യത്യാസമാണ് ഈ ഒരു എമൗണ്ട് ഒരു വലിയ എമൗണ്ടായി നമുക്ക് തോന്നാൻ കാരണം. ഏജൻസികൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഗൾഫിലുള്ള പ്രവാസികളെ ആണെങ്കിലും കേരളത്തിലും ഇവരുടെ ശൃംഖല വളരെ വലുതാണ്. കേരളത്തിലെ മിക്ക മുഖ്യധാരാ പത്രങ്ങളിലും ഇവരുടെ പരസ്യങ്ങൾ നമുക്ക് ഡെയിലി എന്നോണം കാണാം. അപ്പോൾ കേരളത്തിലുള്ളവരും വിദേശ സ്വപ്നം കാണുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പെട്ട് വഞ്ചിതരാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.